പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. ഇതാ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമളം. ഹായ്, നിങ്ങൾക്കേവർക്കും മലബാറിൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ ഒരു വിഷയവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ലൊരു കണ്ടന്റ് മുഴുവൻ കാണണം, വിട്ടു മാറരുത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും വക നൽകുന്നതായ ഒരു അനുഭവ പാഠമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. മുഴുവൻ കാണുക. ഇതാ കണ്ടോളൂ. കോമള, ഇതിന്റെ സാധനം എന്താ പേര്? കപ്പയ്ക്ക. തെക്കൻ ജില്ലകളിൽ തൃശ്ശൂർ തുടങ്ങിയ ഭാഗങ്ങളില് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം അവിടെയൊക്കെ പാവയ്ക്ക എന്നും പറയും. ഈ സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിപ്പോ നീയാണെന്ന് കരുതിക്കോ, ഇല്ലെങ്കിൽ അമ്മു ആണെന്ന് കരുതിക്കോ, ഇല്ലേ കുഞ്ഞു ആണെന്ന് കരുതിക്കോ, ഇല്ലെങ്കിൽ നമ്മുടെ മക്കളാണെന്ന് കരുതിക്കോ. ഇതിന്റെ സ്വഭാവം എന്താണ്? സ്വഭാവം നല്ല കയ്പുള്ളതാണ്. കയ്പ്, അസൽ കയ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിൽ വെച്ച കഴിക്കും. ഇത് നല്ലതിനും കൊണ്ട് ചേർത്താൻ പറ്റുമോ? ഇത് ചേർന്ന് കഴിഞ്ഞാൽ എന്താ? കഴിക്കും. അതായത് കറിയിലിട്ടാ കഴിക്കും, സാമ്പാറിലിട്ടാ കഴിക്കും. ആ കയ്പ് നിങ്ങൾ എന്ത് വേണം? അതിന്റെ മേലെ ഇതുപോലെ നല്ല പുളിയുള്ള മാങ്ങ അല്ലെങ്കിൽ പുളി, നല്ല പുളി ഒഴിക്കണം, എന്നാലേ മാറുള്ളൂ. അപ്പൊ ഇത് ജന്മ സ്വഭാവമാണിത്. ആ കയ്പ് ഒരിക്കലും മാറില്ല. കയ്പ് മാറില്ല. അത് മാങ്ങയുടെ പുളി, അത് ഒരിക്കലും മാറില്ല. ഇതുപോലെ ഉണ്ട് മനുഷ്യന്മാര്, ഇഷ്ടം പോലെ. എങ്ങനെ അറിയോ? നല്ലപോലെ വാക്കുകൾ പറയും, ഇടക്കിടക്ക് പൊളിക്കും. വേണോ? പറയുന്നത് നർമ്മമാണ്, ഞാൻ പറയുന്നത് തമാശാണ്, പക്ഷെ അത് അനുഭവമാണ്. ചിലവർ എന്ത് പറഞ്ഞാൽ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ആക്കുന്ന ഒരു വിഷയമാണ്. സ്ത്രീകളും പുരുഷന്മാരും എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമല്ല ഇല്ലേ? ഇതുപോലെ ഈ സാധനം നമ്മൾ കറിയിലിട്ട് തിന്നു കഴിഞ്ഞാൽ നല്ല കയ്പ് എന്ന് പറയില്ലേ, ഇങ്ങനെ ചിലർക്ക് സ്വഭാവം ഉണ്ട്. തൊട്ടനും പിടിച്ചനും കയ്പ് പിടിക്കുന്നത്. ഒരു വീട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെടില്ല, ഇതാ വീട്, അപ്പൊ അവർക്ക് മനസ്സിൽ കയ്പായി. ഒരാളെ കണ്ട ഇതാണ്, അപ്പൊ കയ്പായി. എന്താ കാരണം? അവരുടെ രീതി എപ്പോഴും മധുരിക്കുന്ന പോലിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഇത് നല്ല മധുരമുള്ള ഹൽവിയാണ്. തേന്, പഞ്ചസാര ഒക്കെ മധുരമുള്ളതാണ്. മധുരം പോലെ വാക്ക് പറയും. എന്നെ പോലെ നല്ല മധുരമുള്ള വാക്കുകൾ പറയും. അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയണം. മധുരമുള്ള വാക്കുകൾ പറയുന്നവരെ ഒരിക്കലും മധുരിക്കും പോലെ കാണരുത്, വിശ്വസിക്കാൻ കഴിയില്ല. മധുരമുള്ള വാക്കുകൾ പറയുന്നവരെ ഒരിക്കലും മധുരം പോലെ കാണരുത്. എന്താ കാരണം അറിയാ? അതിന്റെ ഉള്ളിൽ ഇതാ ഇത്രയും കനമാണ്, കെണ്ണയില്ല, ഇത്രയും കനം കണ്ട, കട്ടി കണ്ട. ആ കട്ടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ മധുരം പോലെ തേന് പോലെ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇതെന്തിന്റെ പേരെന്താണ്? കടുക്. അത് എണ്ണയിലിട്ടുണ്ടാവും, അങ്ങനെ പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും പൊട്ടിത്തെറിക്കുക. അത് കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പ്രായം ചെന്ന വയസ്സായ മധ്യവയസ്സ് കഴിഞ്ഞവരുണ്ട്, വൃദ്ധരുണ്ട്. അതേപോലെ തന്നെ നല്ല പടുവൃദ്ധ അമ്മമാരുണ്ട്, കിളവിമാരെന്ന് പറയും, മുത്തച്ഛിമാര്. തൊട്ടനും പിടിച്ചും ദേഷ്യം വരും, കടുക് പൊട്ടിത്തെറിക്കും പോലെ. പക്ഷേ ആപ്പിൾ നോക്ക്, ദൈവം തന്ന ഒരു പ്രകൃതിക്ക് ഓരോരോ സാധനം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചുള്ളത്. ആപ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ? അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കുട്ടികള്. ഞാൻ അതിലേറെ സുന്ദരനാണ് ഇല്ലേ? പക്ഷെ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ ഉള്ളിലും അറിഞ്ഞു നോക്കിയല്ലേ അതിന്റെ ഉള്ളിൽ കാര്യം അറിയുള്ളൂ. ഇതിനകത്ത് കാണാൻ നല്ല ഭംഗി, ഉള്ളിൽ എന്താണെന്നുള്ളത് കണ്ടറിയില്ല. അങ്ങനെ പറയില്ലേ? നമ്മൾ പറയും ആപ്പിൾ പോലെ ഇരിക്കണം ആ പെൺകുട്ടി, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് സ്വർണം പോലെ ഇരിക്കണോ ആ ചെക്കൻ ഇല്ലേ? ആ അമ്മ നോക്ക്, ഇപ്പോഴും തുടുന്ന ആപ്പിൾ വേണ്ട, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം, അതിനോട് അടുക്കണം. ഇതാണ് ദൈവ സൃഷ്ടി എന്ന് പറയുന്നത്. ഇതിലൊക്കെ വില്ലനാണ് ഇതവൻ. ഇവൻ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചി പറഞ്ഞ നമ്മൾ പറയില്ലേ, അവന്റെ അടുത്ത് ആര് വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ അവളോട് ആര് വർത്തമാനം പറയുന്നത്, തൊട്ടതിന് പിടിച്ച ഇഞ്ചിയാണ്, കാരം കൂടുതലാണ്. അങ്ങനെയുണ്ടല്ലോ ചിലവർ. ഇപ്പൊ നമ്മുടെ വീട്ടിലുമില്ലേ, അടുത്ത വീട്ടിലില്ലേ? പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്, അനുഭവമാണ്. പ്രകൃതി നിയമത്തിൽ പ്രകാരം പ്രകൃതിയിൽ എന്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ ദൈവം, അതെല്ലാം മനുഷ്യന് തുല്യമാണ്. അതെല്ലാം മനുഷ്യന് തുല്യമായിട്ടാണ് കാണുന്നത്. പച്ചമുളക് ഞാൻ കാണിച്ച ഇവൻ അസൽ സാധനമാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഈ പച്ചമുളക് ഇല്ലേ നന്നായിട്ടുണ്ട്, ഒന്ന് കഴിക്കാലോ. ഇതേപോലെ പച്ചമുളക് പോലെ എരിവുള്ളവന്റെ ചെകിടത്തടിച്ച് ഞങ്ങൾ തിരിച്ചടിക്കും. കാരം കൂടുതലല്ലേ?
പിടിച്ച എന്ത് സംസാരിച്ചാലും ദേഷ്യം വന്ന് ഞാൻ അപ്പടിക്കും. അടിക്കും. അതായത് പച്ചമുളകിന്റെ കാരമാണ്. അങ്ങനെയുണ്ട്, പെണ്ണിനുണ്ട്, ആണുണ്ട്, കുട്ടികൾക്കുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കില്ല. അതായത് കത്താൻ വരുന്ന പോത്തിനോട് വേദം ഓദിച്ച വല്ല കാര്യമുണ്ട്? ഗന്ന പോലെയാണ് പച്ചമുളകിന്റെ സ്വഭാവം. നോക്ക് ദൈവ സൃഷ്ടി പ്രകൃതിയിൽ ഓരോരോ മനുഷ്യൻ നിൽക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം പോലെയാണ്. മനുഷ്യന്റെ സ്വഭാവം അല്ലേ? മറ്റുള്ള അല്ലേ? അതേ സ്ഥാനത്ത് നിശ്ചലമായി കിടക്കുന്ന സാധനമില്ലേ? ഒരു കല്ലാവട്ടെ, അല്ലെങ്കിൽ ഒരു മരമാവട്ടെ, അല്ലെങ്കിൽ അത് ഇതൊരു തൂണാവട്ടെ, ഇത് നിശ്ചലമായി നിൽക്കുമ്പോ അതിനൊന്നും പറയാനില്ല. ഒന്നും. ഈ ഒരു തൂണുണ്ട്, ഈ തൂണ് താങ്ങിക്കൊണ്ട് ഇത് വല്ലതും പറയണ്ട, ഒന്നും പറയല്ല. എന്താ കാരണം അറിയോ? ഈ തൂണ് ഇതെല്ലാം താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ജീവനില്ല. ജീവനില്ലാത്തതുകൊണ്ട് അതിന് ആരൊന്നും പറയില്ല. ജീവനുള്ള മനുഷ്യജന്മങ്ങൾക്കും മൃഗജന്മങ്ങൾക്കും കോഴിയാണെങ്കിലും പരുന്താണെങ്കിലും കാക്കയാണെങ്കിലും അതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ ഒരു അനുഭവം ഞാൻ എന്റെ പ്രേക്ഷകർക്ക് പങ്കുവച്ചതാണ്. ഇന്നൊരു ക്ലാസ്സാണ്. അനുഭവത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് തരുന്നു തെളിച്ചം. അനുഭവ പാഠം. സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളും കുടുംബവും ഇനി ഇങ്ങനെയായിരിക്കും ഞങ്ങൾ ഓരോ വിഷയങ്ങൾ ആയിട്ട് നിങ്ങളുടെ മുൻപ് വരിക. സ്നേഹത്തോടെ. നന്ദി, നമസ്കാരം.